തദ്ദേശ പോരിൽ കേരളമാകെ UDF കൊടുങ്കാറ്റാഞ്ഞടിച്ചു. ഇടതു കോട്ടകൾ തകർത്ത് കോർപ്പറേഷനുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും UDF നടത്തിയത് സമീപ ചരിത്രത്തിലൊന്നും കണ്ടിട്ടില്ലാത്ത കുതിപ്പാണ്. നഗരസഭകളിലും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലും UDF മിന്നുന്ന തിരിച്ചുവരവ് നടത്തി. കൈവിട്ട കോർപ്പറേഷനുകൾ തിരിച്ചുപിടിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ നിലനിർത്തി. തിരുവനന്തപുരം, കോഴിക്കോട് കോർപ്പറേഷനുകളിൽ പതിറ്റാണ്ടുകളുടെ സമഗ്രാധിപത്യം LDFന് നഷ്ടമായി. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ UDF ഇടതിനെ നിലംപരിശാക്കി. UDF ഈ നേടിയ പട്ടുകൂറ്റൻ വിജയത്തിന് പിന്നിൽ എന്തെല്ലാം? RD Extra. ചെങ്കോട്ടകൾ നെടുകെ പിളർന്നു. ഇടതുശക്തി ദുർഗങ്ങളിൽ പോലും ത്രിവർണം പാറി. സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ചത് CPM വിരുദ്ധ കൊടുങ്കാറ്റ്. 6-ൽ 5 കോർപ്പറേഷൻ എന്ന അഭിമാനത്തിൽ നിന്ന് LDF തകർന്നടിഞ്ഞു. കോഴിക്കോട് സീറ്റ് നിലയിൽ ഒന്നാമതെത്തിയെങ്കിലും കേവല ഭൂരിപക്ഷം കിട്ടിയില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടതുപക്ഷം 4 പതിറ്റാണ്ട് ചൂടിയ മകുടം നിലത്ത് വീണുടഞ്ഞു. അധികാരത്തിലേറുന്നതാകട്ടെ BJPയും. CPMന്റെ നെടുംകോട്ടയായ കൊല്ലം കോർപ്പറേഷൻ 45 വർഷത്തിന് ശേഷം LDFന് നഷ്ടമായി. CPMന് ഞെട്ടിച്ച് കോൺഗ്രസ് വൻ വിജയം കൈവരിച്ചു. കൊച്ചി 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF ലാവണത്തിലേക്ക് തിരികെ പോയി. തൃശൂരിൽ LDFന് നടുക്കുന്ന തിരിച്ചടിയുണ്ടായി. BJP കിതച്ചു വീണപ്പോൾ UDF കരുത്ത് വീണ്ടെടുത്തു. കണ്ണൂർ പിടിച്ചെടുക്കുമെന്ന CPMന്റെ പ്രഖ്യാപനം വീമ്പ് പറച്ചിൽ മാത്രമായി ഒടുങ്ങി. പൊളിറ്റിക്കൽ വോട്ടിംഗ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ജില്ലാ പഞ്ചായത്തിൽ UDF 3-ൽ നിന്ന് 7-ലേക്ക് ഉയർന്ന് സമാസമമായി. ബ്ലോക്കുകളിലും LDFനെ മറികടന്ന് UDF കുതിച്ചു. CPIMന്റെ ശക്തി കേന്ദ്രങ്ങളെന്ന് വിവക്ഷിക്കുമെങ്കിലും ഇത്തവണ UDF പിടിച്ച പഞ്ചായത്തുകൾ 500-ലേറെയാണ്. RD Extra ന്യൂസ് മലയാളം. നമ്മൾ കൂടുതൽ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല. ഡാറ്റ മുഴുവൻ നമ്മളുടെ സ്ക്രീനിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അതുകൊണ്ട് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ വിശദമായി ആ നിലയ്ക്ക് ഡാറ്റയിലേക്ക് പോകേണ്ടതില്ല. കാര്യങ്ങളിലേക്ക് വരാം. അസാധാരണമായ ഒരു മുന്നേറ്റം, അസ്വാഭാവികമായ ഒരു മുന്നേറ്റം, അത് UDFന് നടത്താൻ കഴിഞ്ഞിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എന്ന പ്രത്യേകത. ഇപ്പം മലപ്പുറം ജില്ലയിലേക്കൊക്കെ നോക്കിയാൽ UDF മാത്രം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ വലിയ മുന്നേറ്റം. ഒരൊറ്റയാളുടെ പിന്തുണ കൂടി മതി അവിടെ BJPക്ക് ഭരണം പിടിക്കാൻ. സ്വാഭാവികമായും അത് സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം അത് സനീഷ് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, നിശ്ചയമായിട്ടും ഇല്ല. അതായത് UDF നില മെച്ചപ്പെടുത്തും നന്നായിട്ട് തന്നെ എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു. ഇന്നലെ RDXൽ ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് UDF നല്ല നിലക്ക് നില മെച്ചപ്പെടുത്തും, പക്ഷേ LDFൻ്റെ മുന്നേറ്റത്തെ ഈ മട്ടിൽ ശക്തമായിട്ട് തടയും UDF എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതിപ്പോൾ ഞാൻ മാത്രം പ്രതീക്ഷിക്കാത്തതല്ല, പക്ഷേ എല്ലാവരും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നത്. പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയം എന്നാണ് പാണക്കാട്ടെ തങ്ങൾ തന്നെ നേരത്തെ വന്ന് അദ്ദേഹം തന്നെ വന്ന് മാധ്യമങ്ങളോട് ആദ്യ പ്രതികരണമായിട്ട് പറഞ്ഞത്. അപ്പോൾ UDFൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം പ്രതീക്ഷിക്കാത്ത അത്ര വലിയ വിജയം കേരളത്തിലെ ജനം UDFന് കൊടുത്തു. അതായത് സംശയരഹിതവും സമ്പൂർണവുമായിട്ടുള്ള വിജയം UDFന് കൊടുത്തു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇപ്പോൾ ഇത്രയും നേരം കഴിഞ്ഞ് ഈ വിശദാംശങ്ങളെല്ലാം കണ്ട് നമ്മൾ ഇത്രയും നേരം കഴിയുമ്പോൾ ഇതിനോടൊരു സാധാരണത്വം തോന്നുമല്ലോ. അങ്ങനെ വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ ഇന്നലെയുള്ള തോന്നലല്ല ഇപ്പോഴുള്ളത്. അതിന് കാരണം സ്വാഭാവികമായിട്ടും ജനവിധി വന്നല്ലോ. അപ്പോൾ നമ്മുടെ മുന്നിൽ ഈ സുഘടിതമായിട്ടുള്ള ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ ഇതിനകത്തൊരു സ്വാഭാവികതയും ഉണ്ട്. അസാധാരണവും മറ്റുമൊക്കെയാണെന്ന് ഹർഷൻ പറഞ്ഞതിനെ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ ശരിയായിരിക്കുമ്പോൾ തന്നെ ഇതിനകത്തൊരു സ്വാഭാവികത കൂടെ ഉണ്ട്. ആ സ്വാഭാവികത എന്താണ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ആ സ്വാഭാവികത 5 വർഷം കൂടുമ്പോൾ മുന്നണി മാറുക, ഭരണം അപ്പുറത്തും ഇപ്പുറത്തും മാറുക എന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്വാഭാവികതയാണ്. അത് കഴിഞ്ഞ തവണ ഈ കോവിഡ് വന്നപ്പോൾ ആ കാലത്തെ അതിമനോഹരമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് കൂടെ, നല്ല സർക്കാരായതുകൊണ്ട് കൂടെ ഒരു ടേം കൂടെ നീട്ടിക്കിട്ടി LDFന്. അത് കോവിഡ് വന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് കിട്ടിയെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവിടെ സ്വാഭാവികമായിരുന്ന ഈ പറയുന്ന ചേഞ്ച് അവിടെ തടയപ്പെട്ട് അസ്വാഭാവികമാം വിധം LDFന് കൈ കൊടുക്കാൻ മാത്രം നല്ല നിലക്ക് LDFൻ്റെ പിണറായി വിജയൻ്റെ ഒന്നാം സർക്കാർ പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് അവർക്ക് അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെ കിട്ടിയതാണ്. പക്ഷേ അവിടെ ആ ഒരു സ്വാഭാവികത ഭേദിക്കപ്പെടുകയും അസ്വാഭാവികമായിട്ടൊരു സെക്കൻഡ് ടേം കിട്ടുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ട് ഒരല്പം എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ട ഈ സ്വാഭാവിക സർക്കിൾ ഉണ്ടല്ലോ, അത് തുടരുകയാണ് എന്ന കാര്യം അവിടെ ഉണ്ട്. അത് നമ്മൾ കാണണം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുന്ന ഈ തെരഞ്ഞെടുപ്പ്, ഈ അധികാര കൊടുക്കുന്നത് കേരളത്തിലെ ജനത ആവർത്തിക്കുന്നു എന്ന് കണ്ടാൽ കുറേയേറെ കാര്യങ്ങൾ ഇതിനകത്ത് തിരിഞ്ഞു കിട്ടും, കുറേ കൂടെ കാര്യങ്ങൾ മനസ്സിലായി കിട്ടും. അതായത് എന്നേക്കുമായിട്ടൊരു മുന്നണിക്ക് ഭരണം കൊടുക്കുക എന്ന കാര്യത്തിലേക്ക് വലിയ തോതിൽ ആലോചിക്കുന്നില്ല. എന്ന് വെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴും
ഒരു സാധ്യതയൊക്കെ അവിടെ ഉണ്ട് ഇടതുപക്ഷത്തിന്. അതില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്നാലും എന്നേക്കുമായിട്ട് ഒരേ ആളുകളെ ഇങ്ങനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്വാഭാവികതയല്ല, അത് ഉറപ്പാണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതായിരുന്നില്ല സാഹചര്യം, മറ്റു സാഹചര്യങ്ങൾ കൊണ്ടാണ് ഈ പറയുന്ന വിധി ഉണ്ടായത്. പക്ഷേ ഇവിടെ കൃത്യമായും UDFനെ തെരഞ്ഞെടുക്കുകയും LDFനെ തള്ളിക്കളയുകയുമാണ് ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. ആ തള്ളിക്കളയലിൻ്റെ വലുപ്പം എത്രത്തോളം ഉണ്ടെന്ന കാര്യത്തിൽ വേണമെങ്കിൽ ചർച്ചയാകാം എന്നേ ഉള്ളൂ. അതായത് ഞങ്ങൾ നിങ്ങൾക്കൊപ്പം സമ്പൂർണ്ണമായിട്ട് നിൽക്കുകയല്ല എന്ന് LDFനോട് പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. UDFനെ നല്ല സ്നേഹം കൊടുത്തു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് നേരത്തെ ഹർഷം പറഞ്ഞല്ലോ, എന്ത് വ്യത്യസ്തമായിട്ടുള്ള കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട് എല്ലാം ഈ പറയുന്ന എല്ലാ ജില്ലകളിലും തന്നെ UDFന് മുന്നേറ്റമുണ്ടായി. എറണാകുളവും മലപ്പുറവും സ്വാഭാവികമായിട്ട് തൂത്തുവാരി. മലപ്പുറത്തൊന്നും സംശയരഹിതമാം വിധം UDFൻ്റെ വിജയം ഉറപ്പിച്ചു. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം അവിടങ്ങളിലൊക്കെ നേട്ടമുണ്ടാക്കി. കോഴിക്കോടും വലിയ നേട്ടമുണ്ടാക്കി. പക്ഷേ കോഴിക്കോട് കുറച്ചൊക്കെ LDFന് അനുകൂലമായിട്ട് നിന്നു. കോഴിക്കോട് പക്ഷേ ഒരു MLA പോലും ഇല്ലാതായിട്ട് 20 കൊല്ലമായി അവിടെ കോഴിക്കോട്. അവിടെ പക്ഷേ UDF നേട്ടമുണ്ടാക്കി. 6ൽ 4 കോർപ്പറേഷൻ പിടിച്ചു. മുനിസിപ്പാലിറ്റികളിൽ 54, അങ്ങനെ ഒരുപാടെണ്ണം പിടിച്ചു. നമ്പർ ഇതിനകത്തുണ്ട്, അതുകൊണ്ട് നമ്മൾ നമ്പറിലേക്ക് പോകേണ്ടതില്ല. കൊല്ലത്ത് 13 സീറ്റുകൾ അധികം പിടിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ 15 സീറ്റുകൾ അധികം പിടിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ 9 സീറ്റുകൾ അധികം പിടിച്ചു. കോർപ്പറേഷനിലെ കാര്യമാണ് പറയുന്നത്. 2020 എറണാകുളം, മലപ്പുറം, വയനാട് ഈ 3 ജില്ലാ പഞ്ചായത്തുകൾ മാത്രമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കോഴിക്കോട്, കോട്ടയം, പത്തനംതിട്ട എന്നീ ജില്ലാ പഞ്ചായത്തുകൾ കൂടെ നേടി. അപ്പോൾ അതിൻ്റെ കാര്യം പറയേണ്ടതില്ല. 2020 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ 111 ബ്ലോക്കും ഭരിച്ച LDF ആയിരുന്നു. പക്ഷേ ഇത്തവണ 47 സീറ്റാണ് അവർക്ക് അതിൽ നഷ്ടപ്പെട്ടത്. UDFന് 79 ബ്ലോക്ക് പഞ്ചായത്തുകൾ കിട്ടി. 38 സീറ്റാണ് ആ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ കൂടുതലുണ്ടായിരുന്നത്. ഗ്രാമപഞ്ചായത്ത് നോക്കൂ, എല്ലാ കാലത്തും LDFൻ്റെതായിരുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ 941 ഗ്രാമപഞ്ചായത്തിൽ 504 ഇടത്താണ് UDF. 2020 351 ഉണ്ടായിരുന്ന ഇടത്താണ് 504 ഇടത്ത് ഗ്രാമപഞ്ചായത്തുകൾ UDF മുന്നേറിയത്. കഴിഞ്ഞ തവണ 517 പഞ്ചായത്തുകളുടെ ലെഫ്റ്റ് 341 സീറ്റുകളിലേക്ക് കുത്തനെ താഴേക്കിരുന്നു എന്നതാണ്. ഇത് എന്താണ് ഇതിന് കാരണമായത് എന്ന് ചോദിച്ചാൽ ഇപ്പം തന്നെ പലവിധ കാരണങ്ങളുണ്ട്. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നത് കൃത്യമായും സത്യസന്ധമായും വിലയിരുത്തുന്ന ആർക്കും കാണാവുന്നതേ ഉള്ളൂ. സർക്കാരിനെതിരായിട്ടുള്ള വികാരം, അത് സർക്കാരിനുള്ള രോഷമാണോ എന്നത് സംബന്ധിച്ച് നമുക്ക് വേണമെങ്കിൽ വേറെ ഡിബേറ്റ് ചെയ്യാം. പക്ഷേ സർക്കാർ 5 കൊല്ലം കൂടുമ്പോൾ ഈ പറഞ്ഞ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മാറ്റിക്കൊണ്ടിരുന്നിടത്ത് നിന്ന് വീണ്ടും ഒരു 5 വർഷം കൂടെ കൊടുക്കേണ്ടി വന്നിട്ടുള്ള ഒരു മടുപ്പും ഒരു എതിർപ്പും ജനത്തിന് സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ നമുക്ക് ഈ പറയുന്ന മറ്റ് വിശദാംശങ്ങൾ നമുക്ക് ചർച്ചയുടെ ഭാഗമായിട്ട് വീണ്ടും വരാം. ഇതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചടിയാണ് എന്ന് LDF തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതും രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക്, കാരണങ്ങളിലേക്ക് കടന്നാൽ ഒന്നാമതായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിയുടെ പേരാണ്. അത് വെള്ളാപ്പള്ളി നടേശൻ്റെതാണ്. വെള്ളാപ്പള്ളി നടേശൻ ക്രൂരമാം വിധം, ഒട്ടും ശരിയല്ലാത്ത വിധം മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ ആവർത്തിച്ച് നടത്തുമ്പോഴും അതിലൊരു മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയതിൻ്റെ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ അദ്ദേഹത്തിനൊപ്പം വേദി പങ്കിടുന്ന മുഖ്യമന്ത്രി അതേക്കുറിച്ചൊരു വാക്കുപോലും പറയാതിരിക്കുന്നതും, അങ്ങനെ ഹിംസാത്മകമായിട്ടുള്ള മുസ്ലിം വിരുദ്ധ പരാമർശം ഈ കാലത്ത് പ്രത്യേകിച്ചും ഒരു തവണ പറഞ്ഞാൽ 10 പ്രതിധ്വനിക്കുന്ന ഒരു പ്രത്യേകതരം കാലമായിരുന്നിട്ട് പോലും ആ വെള്ളാപ്പള്ളി നടേശനൊപ്പം കാറിൽ വന്നിറങ്ങിയതും നിശ്ചയമായിട്ടും കേരളത്തിലെ സെക്യുലർ മൈൻഡുകളെ ഒരു ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. അത് LDF നിന്ന് പ്രതീക്ഷിച്ച കാര്യമേ അല്ല. അതായത് കാന്തപുരത്തോട് ഒരു കാലത്ത് ബോഡി വേസ്റ്റാണ് എന്നതുപോലെ, കാന്തപുരത്തോടല്ല അത് പറയേണ്ടുന്ന സമയത്ത് അയ്യോ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന വിധത്തിൽ ശക്തമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന പിണറായി വിജയൻ ഇവിടെ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന തോന്നൽ നിശ്ചയമായിട്ടും ചർച്ചയായിട്ടുണ്ട്. ആ ഘട്ടത്തിൽ തന്നെ ചർച്ചയായതാണ്. അത് ആ വിഷയം മാത്രമായിട്ടല്ല പ്രതിഫലിച്ചത്, അത് ഏതോ തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റം എന്നത് ഇവരെ ബാധിച്ചോ എന്ന് കുറച്ചാളുകളെങ്കിലും ചിന്തിച്ചു. പക്ഷേ ആ ചിന്തയെ ആംപ്ലിഫൈ ചെയ്യുന്ന വിധത്തിൽ ചില പ്രത്യേക കേന്ദ്രങ്ങൾ അത് ആവർത്തിച്ച് CPMനെതിരായിട്ട് ആരോപിച്ചുകൊണ്ടിരുന്നു. അതായത് CPM അങ്ങനെ ചെയ്യാതിരുന്ന ചില കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല, ആ കാര്യങ്ങൾ വല്ലാത്ത തോതിൽ പ്രചരിപ്പിക്കുക കൂടെ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മനസ്സിനകത്ത് ഇവരുടെ രാഷ്ട്രീയ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയാണോ എന്ന തോന്നലുണ്ടായി എന്നൊരു വിലയിരുത്തലാണ് എനിക്ക് ഈ ഘട്ടത്തിൽ തോന്നുന്നത്. അത് വെള്ളാപ്പള്ളി നടേശൻ വല്ലാത്ത തോതിലുള്ളൊരു ഊന്നൽ അതിന് കൊടുത്തു. രാഷ്ട്രീയമായിട്ട് ഉള്ള നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുക എന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യത്തെ ശബരിമല സംഭവങ്ങൾക്ക് ശേഷമോ അതിലോ ആ കാലം അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴോ കോടിയേരി ബാലകൃഷ്ണൻ അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി 4 വോട്ടുകൾക്ക് വേണ്ടി ഞങ്ങളുടെ രാഷ്ട്രീയത്തെ തള്ളിപ്പറയില്ല എന്ന് ഉറച്ച നിലപാട് സ്വീകരിച്ചിരുന്നു. ഇപ്പോഴും അവർക്ക് ആ ഉറച്ച നിലപാടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഉടനെ രാഷ്ട്രീയ നിലപാട് ആകപ്പാടെ വിട്ടു കളഞ്ഞു എന്നല്ല, പക്ഷേ തങ്ങൾക്കെതിരായിട്ട് പ്രചണ്ഡമായിട്ട് നിങ്ങളുടെ രാഷ്ട്രീയത്തെ കൈവിടുകയാണ് എന്ന പ്രചാരണം വരുമ്പോൾ അതിനെതിരെ അടയാളങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടുന്ന CPIM നേതൃത്വം ആ അടയാളങ്ങൾ കാണിച്ചു കൊടുത്തില്ല. മുഖ്യമന്ത്രിക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ആ ഉത്തരവാദിത്വം എന്തോ കാരണങ്ങളാൽ അവിടെ നിന്ന് വന്നില്ല. ഏറ്റവും ഒടുവിൽ ഈ PMC ഒപ്പിടൽ കൂടി ആയപ്പോൾ, PMC ഒപ്പിട്ടതിനെ വിദ്യാഭ്യാസപരമായിട്ട് നോക്കിയാൽ
അത് ആ പണം വാങ്ങിക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വവും നമ്മൾ ചെയ്യേണ്ടതുമാണെന്ന് അന്നത്തെ RDX പറഞ്ഞ ആളാണ് ഞാൻ. പക്ഷേ അതുണ്ടാക്കിയ രാഷ്ട്രീയ ചർച്ച ഇതിൻ്റെ മുകളിലേക്ക് തീകോരി ഒഴിക്കുന്നത് പോലെയായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിന് ഈ രാഷ്ട്രീയ സ്വാഭാവികത 5 വർഷം കൂടുമ്പോഴുള്ള മാറ്റം എന്ന രാഷ്ട്രീയ സ്വാഭാവികത 10 വർഷത്തേക്ക് നീണ്ടെങ്കിലും ആ രാഷ്ട്രീയ സ്വാഭാവികത ഉള്ളപ്പോൾ തന്നെ രാഷ്ട്രീയമായിട്ട് നിരവധി അടരുകളായിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതിലേറ്റവും പ്രധാന പ്രശ്നം ഇതിനകത്ത് സ്വന്തം രാഷ്ട്രീയ നിലപാടിൽ നിന്ന് എക്കാലത്തും അടിയുറച്ചു നിന്നിരുന്ന നിലപാടിൽ നിന്ന് ഇവരിളകുകയാണോ എന്ന തോന്നൽ ഒരു വിഭാഗത്തിനുണ്ടായതാണ്. ആ തോന്നലിനെ ആളിക്കത്തിക്കും വിധത്തിൽ ഈ നാട്ടിലെ ഈ യൂട്യൂബ് ചാനലുകളടക്കമുള്ള അല്ലെങ്കിൽ പിന്നെ ചില പ്രത്യേകതരം കേന്ദ്രങ്ങളടക്കമുള്ളവർ കത്തിച്ചു എന്നത് നമ്മൾ കാണാതിരുന്നുകൂടാ. ഞാൻ അടുത്തതിലേക്ക് പറയാൻ ബാക്കി. പക്ഷേ ഇതുകൊണ്ട് ആകപ്പാടെ ഇടതുപക്ഷമാകെ തകർന്നു എന്നൊന്നും വിചാരിക്കേണ്ട സാഹചര്യമേ ഇല്ല. ഈ UDFൻ്റെ വിജയം പോലും ഇവിടെ സെക്കുലർ രാഷ്ട്രീയത്തിന് നല്ല ഊന്നലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ആദ്യം പറയാൻ വിചാരിച്ചിരുന്നൊരു കാര്യം അവസാനം പറയട്ടെ. UDFന് അതിൻ്റെ നേതൃത്വത്തിന് അങ്ങേയറ്റം വലിയ കയ്യടി കൊടുക്കേണ്ടുന്ന, വലിയ ആദരവോടെ ബഹുമാനത്തോടെ അവരുടെ വിജയത്തെ അഭിനന്ദിക്കേണ്ടുന്ന ഒരു സാഹചര്യം കൂടെയാണിത് എന്ന് ഞാൻ വിചാരിക്കുന്നു. BJP ഉണ്ടാക്കിയിട്ടുള്ള നേട്ടം നമ്മൾ കാണാതെ പോയി. കൂടാതെ അടുത്ത വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാമല്ലോ. തീർച്ചയായും ഇത് സ്വാഭാവികമായ സംഗതി തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അസ്വാഭാവികമായത് നടന്നത് 2020-ലും 2021-ലുമാണ് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നടക്കുന്നത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. കേരളത്തിൻ്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഈ മട്ടിലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ കടന്നുപോയിട്ടുള്ളത്. ആളുകൾ അവരുടെ കടിഞ്ഞാണിലാണ് കേരള രാഷ്ട്രീയത്തെ നിർത്തുന്നത് എന്നുള്ളൊരു ബോധ്യത്തിലാണ് കേരളത്തിലെ ഈ ഭരണചക്രം ഇതുവരെ, അല്ലെങ്കിൽ സർക്കാരുകൾ ഇതുവരെ മാറി വന്നു പോയിരുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ സംവിധാനങ്ങൾ, ഭരണകൂടങ്ങൾ ഇതുവരെ മാറി വന്നു പോയിരുന്നത്. അതിനെയൊക്കെ നിയന്ത്രിച്ചിരുന്നത് ജനങ്ങളാണ് എന്നുള്ള ഒരു ബോധ്യം എല്ലാ കാലത്തും ജനങ്ങൾക്കുണ്ടായിരുന്നു. അതൊന്ന് അയച്ചുവിട്ടത് 2020-ലും 2021-ലുമാണ്. അതിന് പ്രത്യേകമായ കാരണങ്ങളുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവിഡിൻ്റെ കാലത്ത് ആ പ്രത്യേകമായ സർക്കാരിൻ്റെ ഇടപെടലുകൾ, അതിനുശേഷമായാലും ക്ഷേമ പദ്ധതികളുമായൊക്കെ ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയ നീക്കങ്ങൾ, ഇതെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ 2020-ലും 2021-ലും അസ്വാഭാവികമായ ഒരു വിധി കണ്ടുവരുന്നതിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ സനീഷ് സൂചിപ്പിച്ചതുപോലെ ഒരു മടുപ്പ് അത് ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. മടുപ്പ് മാത്രമല്ല സംഭവിക്കുന്നത്, പല കാര്യങ്ങൾ ഈ 10 വർഷത്തിനിടയിൽ ഇതിന് ചുറ്റും സംഭവിച്ചു. തീർച്ചയായും ഒരു സർക്കാർ എന്നുള്ള നിലയിൽ ഇടതുമുന്നണി ചെയ്യുന്നതോ, ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ UDF ചെയ്യുന്നതോ അല്ലെങ്കിൽ BJP ചെയ്യുന്നതോ ആയ കാര്യങ്ങൾക്കും അപ്പുറത്ത് പല കാര്യങ്ങളും ഇവിടെ സംഭവിച്ചു എന്നുള്ളത് കൂടിയാണ്. ആ മാറ്റം വളരെ പ്രധാനമാണ് എന്നെനിക്ക് തോന്നുന്നു. അതിലൊന്ന്, എല്ലാ മതങ്ങളും അല്ലെങ്കിൽ ആ മത സംവിധാനങ്ങളും കൂടുതൽ അവരിലേക്ക് ചുരുങ്ങുകയും അവരുടെ താല്പര്യങ്ങൾ കൂടുതൽ ആ സംവിധാനത്തിനകത്ത് ഉൾപ്പെട്ട ആളുകളുടെ എല്ലാവരുടെയും ചിന്തയിലേക്ക് ഏതാണ്ട് എത്തിക്കുന്ന തരത്തിൽ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു കാലമാണ്. അതിൽ പ്രധാനപ്പെട്ട കാരണം സോഷ്യൽ മീഡിയ കൂടിയാണ്. ആ നിലയ്ക്ക് കണക്റ്റഡ് ആയിരിക്കുന്നു. ആ നിലയ്ക്ക് മതത്തിൻ്റെ, സമുദായത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ വിവിധ ജാതി വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളിലേക്കൊക്കെ അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവരതിൽ കൂടുതൽ സമയം ചെലവിടുകയും ചെയ്യുന്നു. പിന്നെ അതിനെല്ലാം ഏറ്റവും നന്നായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു എക്കോ സിസ്റ്റം മൊത്തത്തിൽ പരുവപ്പെടുകയും ചെയ്തു. നേരത്തെ സനീഷ് സൂചിപ്പിച്ച ഈ യൂട്യൂബ് ചാനലുകളും ഒക്കെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ, അർത്ഥസത്യങ്ങൾ ഒക്കെ നിരന്തരം പ്രചരിപ്പിക്കുമ്പോൾ അതിനെ ഏതെങ്കിലും ഒരു തരത്തിൽ അതിനെ പ്രതിരോധിക്കാൻ പോകുന്ന ഒരു ഇടപെടലോ അല്ലെങ്കിൽ അത് തെറ്റാണ് എന്നത് കൂടുതൽ വസ്തുനിഷ്ഠമായി ചൂണ്ടിക്കാണിക്കാൻ പോകുന്ന ഒരു ഇടപെടലോ ഒന്നും എനിക്ക് തോന്നുന്നില്ല ഇടതുമുന്നണിയുടെ ഒന്നും ഭാഗത്തു നിന്ന്, അല്ലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി എന്ന്. പക്ഷേ അതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രതിരോധിച്ച് സർക്കാർ തുടരേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് അതിനോട് ചേർന്ന് നിൽക്കുന്നവരും കൂടുതൽ കരുതിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പലപ്പോഴും പറയാറുള്ളത്, ഈ ഇടതുമുന്നണിയോട് ചേർന്ന് നിൽക്കുന്നവർ തന്നെ തുടർച്ചയായി ഇങ്ങനെ ഭരണമൊക്കെ ഉണ്ടായാൽ അത് ശരിയാവില്ല, ഒന്ന് നിയന്ത്രിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ വല്ലാത്ത അഹങ്കാരമായി പോകും എന്ന് പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും ഉള്ളവർ തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സനീഷും കേട്ടിട്ടുണ്ടാവണം. അപ്പോൾ ആ ഒരു ചിന്ത അതും നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വസ്തുതാവിരുദ്ധമായതാണെങ്കിൽ കൂടി സർക്കാരിനെതിരെയും ഒക്കെ പറഞ്ഞു പോകുമ്പോൾ അതങ്ങനെ കുറേയൊക്കെ പറഞ്ഞ് നടക്കട്ടെ എന്നുള്ളൊരു മൂഡിലേക്ക് കുറേ ആളുകൾ, ഇന്ന് പോലും ഇപ്പോൾ അവസാനം ആശ്വസിക്കുന്ന ഇടതുപക്ഷക്കാരുണ്ടാവും. ഒരു കണക്കിന് ഇത് നന്നായി, തിരിച്ചടിയൊക്കെ വേണ്ടതാണെന്ന് ആശ്വസിക്കുന്ന ധാരാളം പേരുണ്ടാവും. പിന്നെ വേറൊരു കാര്യം, ഇതിന് സമാന്തരമായി ചർച്ച ചെയ്യപ്പെട്ടു വന്ന ഒരു കാര്യമുണ്ട്. സനീഷ് ഇപ്പോൾ സൂചിപ്പിച്ച ഒരു കാര്യത്തെക്കുറിച്ച് കൂടി ഞാൻ പറഞ്ഞിട്ട് മുമ്പോട്ട് പോകും. കാരണം ഇപ്പോൾ നമ്മൾ തുടങ്ങി വെച്ചത് എന്തായാലും ഈ ഇടതുമുന്നണിയുടെ പരാജയത്തിൽ നിന്നായതുകൊണ്ട് ബാക്കി കോൺഗ്രസിൻ്റെ വിജയത്തെക്കുറിച്ച് നമുക്ക് ദീർഘമായി തന്നെ വിശദമായി നമുക്ക് സംസാരിക്കാം. ഈ പരാജയം എന്നുള്ളതാണ് ഇപ്പോൾ ഈ കൗതുകമുള്ള ഒരു സംഗതി എന്നുള്ളത് കൊണ്ടാണ് അതിൽ തന്നെ നിൽക്കുന്നത്. അതായത് സനീഷ് സൂചിപ്പിച്ചല്ലേ, ഈ മുടിയെക്കുറിച്ചും
നഖത്തെക്കുറിച്ചുമൊക്കെ ബോഡി വേസ്റ്റ് ആണെന്ന് ധൈര്യത്തോടെ ഏതാണ്, അതായത് നബിയുടെ തിരുകേശം എന്ന പേരിലാണ് അവിടെ മുടിപ്പള്ളി സ്ഥാപിക്കാൻ തീരുമാനിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള പരാമർശമാണിത്. ബോഡി വേസ്റ്റാണ് മുടിയും നഖവും ഒക്കെ എന്ന് ആർജവത്തോടെ അന്ന് പിണറായി വിജയൻ പറഞ്ഞത്. അന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയാണ്. ഇനി ഈ വെള്ളാപ്പള്ളി നടേശനെ കേരള തൊഗാഡിയ എന്ന് ഈ പിണറായി വിജയൻ വിളിച്ചിട്ടുണ്ട്. അന്നും പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയാണ്. ഇവിടെ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററാണ്. പാർട്ടി CPIM ആണ്. ഈ വിഷയങ്ങളിൽ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്നതുകൂടി ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പിണറായി വിജയൻ ഇത് പറയാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നല്ലോ. അദ്ദേഹം അഗ്രസീവായി തന്നെ ഈ കേരള തൊഗാഡിയ എന്നോ ബോഡി വേസ്റ്റ് എന്നോ ഉള്ള പരാമർശം, അതുമാത്രമല്ല, ഇതിപ്പോൾ നമ്മൾ എടുത്തു പറയുന്നത് ഒരു താരതമ്യത്തിന് വേണ്ടിയിട്ടാണ്. അതിനപ്പുറത്തുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടില്ലേ? ഈ അത്തരത്തിലുള്ള വർഗീയ നീക്കങ്ങൾക്കെതിരെ ആ നിലയ്ക്കുള്ള ഇടപെടലുകൾ നടത്തിയിട്ടില്ലേ? അപ്പോൾ അതാണ് പൊളിറ്റിക്സ്. അപ്പോൾ ഭരണം എന്നത് ഒരു തലത്തിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയം എന്നത് മറ്റൊരു ഭാഗത്ത് പ്രവർത്തിക്കണം. ആ രാഷ്ട്രീയം ആർജവത്തോടെ പറയാനുള്ള ശേഷി ഈ സംഘടനാ നേതൃത്വം കാണിക്കണം. CPIM-ൻ്റെ അത് കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായും ഈ ഘട്ടത്തിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. സർക്കാരിനെ ന്യായീകരിക്കുക അല്ലെങ്കിൽ സർക്കാരിന് ബുദ്ധിമുട്ടൊന്നും വരാതെ സംരക്ഷിക്കുക എന്നത് മാത്രമല്ല പാർട്ടിയുടെ ചുമതല എന്ന് തന്നെയാണ് കരുതേണ്ടത്. ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ സൂക്ഷ്മമായ രാഷ്ട്രീയ വിമർശനങ്ങൾ നടത്തണം. വെള്ളാപ്പള്ളി നടേശൻ്റെ ആ പരാമർശങ്ങൾക്കെതിരെ എന്ത് നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത്? അവിടെ എനിക്ക് ചെറിയ പോയിന്റ്, അതായത് ഹർഷം പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്, ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കാനില്ല. പക്ഷെ അതോടൊപ്പം VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറയാൻ മടി കാണിക്കാറില്ല. സംശയമില്ല. എം വി ഗോവിന്ദൻ മാസ്റ്റർ ഈ വിമർശനം ഉന്നയിച്ചാൽ പോലും പിണറായിയുടെ ഭാഗത്ത് നിന്ന്, മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്ര നിന്ദ്യമായിട്ടുള്ള പരാമർശം വെള്ളാപ്പള്ളിയുടെ ഭാഗത്തേക്ക് ഇന്ന് വരുമ്പോൾ ഒരു മുരടനക്കം കൊണ്ടെങ്കിലും എതിർക്കേണ്ടതായിരുന്നു. ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. കാരണം അതിനകത്ത് ഞാൻ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ പറഞ്ഞു പോയ, അതായത് അങ്ങേയറ്റം വർഗീയമായി തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹമാണ് മനസ്സുകൊണ്ടെങ്കിലും ഇത് എന്ന് തിരിച്ചറിയേണ്ട ബാധ്യത ഒന്നാമത് ആർക്കാണുള്ളത്? CPIM-നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം അത്രയും ജനങ്ങളോട് ഇടപഴകി ഈ ജലത്തിൽ മീനെന്ന പോലെ ജീവിക്കുന്നു, അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണല്ലോ അവരവരെക്കുറിച്ച് CPIM-ഓ ഇടത് പാർട്ടികളോ ഒക്കെ പറയുക. അപ്പോൾ അങ്ങനെ തിരിച്ചറിയുന്നവർ ഈ പരാമർശങ്ങളോട് അപ്പോഴപ്പോൾ പ്രതികരിച്ചു പോകേണ്ടതുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ കോൺഗ്രസിനെ മൂലക്കിരുത്തിയിട്ട് ലീഗ് ഭരിക്കും, കേരളത്തിൽ പാകിസ്ഥാൻ ഭരണം വരും എന്ന് വെള്ളാപ്പള്ളി നടേശന് പറയാൻ ധൈര്യമുണ്ടാവരുതായിരുന്നു. അല്ലെങ്കിൽ അത് BJPക്ക് വേണ്ടി പറയുന്നതാണ് എന്ന് എങ്കിലും, അല്ലെങ്കിൽ ആ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി, അതെ, അല്ല, ആ സോഷ്യൽ എഞ്ചിനീയറിംഗിന് വേണ്ടി ഞാൻ പറഞ്ഞത് അവർക്കൊപ്പം നിൽക്കുന്നു എന്നല്ല, അവർ ആ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി പറയുന്നതാണ് എന്ന തോന്നലെങ്കിലും ഉണ്ടാവണമായിരുന്നു. രണ്ടാമത്തെ കാര്യം, ആ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് 25 വർഷത്തിനിടയ്ക്ക് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം നേതൃത്വം നൽകുന്ന സംഘടനയെ ഒരു ഹിന്ദുത്വ സംഘടനയാക്കി തന്നെ മാറ്റിയിട്ടുണ്ട്. അതിനെ ഒരു നവോത്ഥാന പ്രസ്ഥാനം, നവോത്ഥാന സംഘടന എന്നൊന്നും അതിനെ വിശേഷിപ്പിക്കാം എന്നുള്ളതല്ല. ഏത് രൂപീകരിക്കപ്പെട്ട കാലത്തെക്കുറിച്ച് വേണമെങ്കിൽ വിശേഷിപ്പിക്കാമെന്നതിനപ്പുറത്ത് ആ നിലയ്ക്ക് വെള്ളാപ്പള്ളി നടേശൻ നേതൃത്വം നൽകുന്ന ഒരു സംഘടനയെ വെള്ളാപ്പള്ളി നടേശൻ നേതൃത്വം നൽകുന്ന സംഘടനയെ തന്നെ കാണണം. അതിനെ ആ നിലയ്ക്കല്ല കണ്ടത്. അതിനു പകരം മാത്രമല്ല, ഈ സംഘടനയുടെയും ആ സമുദായത്തിൻ്റെയും മുഴുവൻ സമ്പൂർണ്ണമായ അവകാശി വെള്ളാപ്പള്ളി നടേശനാണ് എന്ന മട്ടിൽ അദ്ദേഹത്തെ എഴുന്നള്ളിച്ച് നടത്തിയത് തിരിച്ചടിയായി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ VM സുധീരനും VS അച്യുതാനന്ദനും വെള്ളാപ്പള്ളി നടേശനോട് നേരിട്ട് എതിർത്തിട്ട് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ആ സമുദായത്തിൻ്റെ അടക്കം സമ്പൂർണ്ണമായ പിന്തുണ ആ നേതാക്കൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഈ സമയത്ത് നമ്മൾ ഓർക്കണം. കാരണം അത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പോലും ഇന്ന് മാത്രമല്ല അച്യുതാനന്ദൻ അത് പറയുന്നതിന് മടിയില്ലായിരുന്നു. ഒരു കാലത്ത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, വെള്ളാപ്പള്ളി പിന്തുണക്കുന്ന ആളുകളെല്ലാം ജയിക്കുമായിരുന്നു, എതിർക്കുന്ന ആളുകളെല്ലാം എതിർക്കുന്ന ആളുകൾ ജയിക്കുമായിരുന്നു. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കൂ, മുസ്ലിം ലീഗ് വന്നാൽ മതരാഷ്ട്രമാകും, നമ്മൾ ജീവൻ എടുക്കുകയോ നാട് വിടുകയോ ചെയ്യേണ്ടി വരും, അതുപോലെ മലപ്പുറം പ്രത്യേക രാജ്യമാണ്, സ്വതന്ത്രമായി ജീവിക്കാനാവില്ല, അവിടെ വായു പോലും ശ്വസിക്കാനാവില്ല, മുസ്ലിങ്ങൾ ജനസംഖ്യ വർദ്ധിപ്പിക്കുകയാണ്, മലപ്പുറത്ത് നിയമസഭാ മണ്ഡലം കൂടുന്നു, അതുപോലെ മാപ്പിള ലഹള കാരണമാണ് ശ്രീനാരായണ ഗുരു സർവ്വമത സമ്മേളനം വിളിച്ചത്. ഈ മട്ടിലുള്ള പരാമർശങ്ങൾ തുടർച്ചയായി നടത്തുകയാണ്. ഇതിന് വസ്തുതയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? മാപ്പിള ലഹള കാരണമാണ് ശ്രീനാരായണ ഗുരു സർവ്വമത സമ്മേളനം വിളിച്ചത് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ അതിനെ വസ്തുതകൾ വെച്ച് എതിർക്കേണ്ടത് ആരാണ്? ഞാൻ പറയുന്നത് MV ഗോവിന്ദൻ മാസ്റ്റർ എതിർക്കണ്ടേ? വേണ്ടേ? അതുപോലെ പിണറായി വിജയൻ എതിർക്കണ്ടേ? വേണ്ടേ? അതിനു പകരം അതൊക്കെ വെള്ളാപ്പള്ളി നടേശൻ്റെ നാവിൽ സരസ്വതിയാണ്, അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു പോകും എന്ന് പറഞ്ഞ് തള്ളേണ്ടതാണോ? അല്ല. ഈ ഓരോ പരാമർശങ്ങളും ഈ സമൂഹത്തിൻ്റെ ഹൃദയത്തിലേക്കാണ് എഴുതിടുന്നത്. അതിനെ അവിടെ തിരുത്തി പോകണമായിരുന്നു. അത് തിരുത്തിയില്ല എന്നുള്ളത് വലിയ തെറ്റായ കാരണം. അതിന് കാരണമുണ്ട്.
കാരണം ഈ പറയുന്ന ഏറ്റവും വലിയ വോട്ട് ബേസ് എന്ന് പറയുന്നത് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം, LDF-നെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ചിടത്തോളം ഈഴവ വോട്ടുകളാണ് എന്നുള്ള വിലയിരുത്തലാണ് പൊതുവേ ഉണ്ടാവുക. ആ വോട്ടുകളിൽ ചോർച്ചയുണ്ടായെന്ന് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് പെട്ടെന്ന് തോന്നുകയാണ്. കാരണം പലയിടത്തും ഈ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ, ഇപ്പോൾ ആലപ്പുഴയിലായാലും കൊല്ലത്തായാലും തിരുവനന്തപുരത്തായാലും ഒക്കെ പല മണ്ഡലങ്ങളിലും BJPക്ക് വോട്ട് ഷെയർ വർദ്ധിക്കുമ്പോഴാണ് അതിങ്ങനെ ചോർന്നു പോകുന്നു. അപ്പോൾ BJPയിലേക്ക് പോകുന്ന വോട്ട് ഷെയർ അത് തിരിച്ചു പിടിക്കാൻ വേണ്ട ഒരു ഇടപെടൽ എന്നത് നേരിട്ട് ചാടി വെള്ളാപ്പള്ളി നടേശനെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് പരിഹരിക്കാം എന്ന് കരുതുന്നത് ഭയങ്കര അബദ്ധമല്ലേ? കാരണം ആരാണ് വെള്ളാപ്പള്ളി നടേശൻ? അദ്ദേഹം BJPക്ക് വേണ്ടി BDJs എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കി, പാർട്ടി ഉണ്ടാക്കി, ആ പാർട്ടിയുടെ പതാക അതിൻ്റെ വേദിയിൽ വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ച് ഈ പാർട്ടിയുടെ നയം എന്തായിരിക്കും, എന്താണ് അവസരവാദമായിരിക്കും ഞങ്ങളുടെ നയമെന്ന് പ്രഖ്യാപിച്ച് മകന് പതാക കൈമാറി ആ പാർട്ടിയെയും പതാകയെയും കൂടി BJP ഏൽപ്പിച്ച ആളാണ്. എന്നിട്ട് ആ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായി ആ വോട്ടുകൾ, അന്ന് വലിയ ജനക്കൂട്ടമുണ്ട് BDJsന്, വലിയ ജനക്കൂട്ടം. 2016 ആൾക്കൂട്ടം സനീഷ് ഓർക്കുന്നില്ലേ? അവർക്കുണ്ടായ വോട്ട് ഷെയർ ഓർക്കുന്നില്ലേ? ആ BDJs ഇപ്പോൾ എവിടെയാണ്? ആ BDJs ഇപ്പോൾ എവിടെയാണ്? അത് സമ്പൂർണ്ണമായി BJPക്കുള്ളിൽ ലയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ എടുത്തു നോക്ക്, ട്രെൻഡിൽ പോയിട്ട്, അല്ലെങ്കിൽ മറ്റ് ഈ നാളത്തെ ഈ ഇലക്ഷൻ ഫലം വരുമ്പോൾ എത്രയാണ് BDJsൻ്റെ സീറ്റ് എന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. അതിനെ സമ്പൂർണ്ണമായി അതിൽ ലയിപ്പിക്കുന്നതിനുള്ള ആ കോൺട്രാക്റ്റ് എടുത്തയാളാണ് വെള്ളാപ്പള്ളി നടേശൻ. അത് BJPയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. അതിന് നമുക്ക് പറഞ്ഞു പോകേണ്ടതുണ്ട്. കോൺഗ്രസും BJPയും നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്തായാലും അതിൽ അത്രയും ഈ കാര്യത്തിൽ ഈ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ വയ്യ. ഇതിൻ്റെ ഈ പശ്ചാത്തലം ഒരുങ്ങുന്നതിൽ ഒന്ന്, മുസ്ലിം സമുദായത്തിൽപ്പെടുന്നവർ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്നവർ ചെറിയ വോട്ട് ബാങ്ക് അല്ല കേരളത്തിലെ. 26% മുസ്ലിം വോട്ടുകളുണ്ട്, 10-20% മേൽ ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്. ഇവരെല്ലാം ചേരുന്നതാണ് കേരളം എന്ന യാഥാർത്ഥ്യം. അപ്പോൾ ഇതിൽ ഒരാളെ, ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം എന്താണ്? ഇതിലേതെങ്കിലും വിഭാഗത്തെ അടുപ്പിച്ച് നിർത്തുകയോ അകറ്റി നിർത്തുകയോ ചെയ്യുക എന്നതല്ലല്ലോ. അപ്പോൾ അതല്ല ഒരിക്കലും ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ അടവ് നയമാണ് ഈ കുഴപ്പം ഒപ്പിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അപ്പോൾ ഇതിനകത്തൊരു കാര്യം ഞാൻ പെട്ടെന്ന് നിർത്താം. അതായത് മുന്നാക്ക സംവരണം വന്നല്ലോ. മുന്നാക്ക സംവരണം നമ്മളത് വലിയ ചർച്ചയാവുന്നില്ല. കാരണം മാധ്യമങ്ങളുടെ ഒരു പൊതു വിഷയത്തിൽ പെടുന്നതല്ല അത്. കാരണം മിക്കവാറും എല്ലാ മാധ്യമങ്ങളുടെയും എഡിറ്റോറിയൽ ബോർഡുകൾക്ക് പോലും ഇതെന്താണ് എന്നുള്ള കാര്യത്തിൽ പോലും വ്യക്തതയില്ലാത്ത വിഷയമാണ് മുന്നാക്ക സംവരണം. അതിവിടെ, അതായത് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ഒരു വിഭാഗത്തെ, അതായത് ഭൂരിപക്ഷം വരുന്ന വിഭാഗം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങളായിക്കോട്ടെ, മറ്റ് പിന്നോക്ക വിഭാഗങ്ങളായിക്കോട്ടെ, ഇവരെ എല്ലാം ബാധിക്കുന്ന ഒരു വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ചു. ഇതിപ്പോൾ സുപ്രീം കോടതിയുടെ നിലപാട് കൊണ്ടും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് കൊണ്ടും കൂടെ ഇടതുമുന്നണിയുടെയും CPIM-ൻ്റെ നയം കൊണ്ടും നടപ്പാക്കിയ ഒരു കാര്യമാണ്. അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നേരിട്ട് CPIM-ലേക്ക് വരികയായിരുന്നു. നമ്മളിത് ഇത് CPIM-ഓ ഇടതുമുന്നണിയോ മനസ്സിലാക്കുന്നില്ലെങ്കിൽ കൂടി, മാധ്യമങ്ങളും മനസ്സിലാക്കുന്നില്ലെങ്കിൽ കൂടി, ഇത് വളരെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ നിന്നിരുന്നു, പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ നിന്നിരുന്നു. ആ സമയത്താണ്, അതിന് തുടർച്ചയായാണ് ഈ പറഞ്ഞ ഇടതുമുന്നണി വെള്ളാപ്പള്ളി നടേശനെ അടുപ്പിക്കാൻ ശ്രമിക്കുന്നത്. തുടർച്ചയായി ഒരു ഹിന്ദുത്വ സ്വഭാവത്തിലുള്ള ഇയാളുടെ പരാമർശങ്ങളെ പ്രതിരോധിക്കാതിരിക്കുന്നത്. അപ്പോൾ എന്താണ്, അപ്പുറത്ത് വേറൊരു കാര്യം സംഭവിച്ചു. ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള വിഭാഗങ്ങൾ UDF-നോടൊപ്പം സജീവമായി നിൽക്കുന്നു. അവരവരുടെ പാർട്ട്നേഴ്സായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് നമ്മൾ ആദ്യ ദിവസം മുതൽ പറയുന്നുണ്ട്, അവർക്ക് അസാമാന്യമായ പ്രചാരണ ശേഷിയുള്ളവരാണ്. അത് അംഗീകരിക്കുന്നു. അത് അംഗീകരിച്ച് കൊടുക്കുകയും ചെയ്യണം. ഇപ്പോൾ ആകെപ്പാടെ 10-76 സീറ്റുകളാണ്, വാർഡുകളിലാണ് എല്ലാം മൊത്തം കണക്ക് കൂട്ടിയാൽ വെൽഫെയർ പാർട്ടി വിജയിച്ചിരിക്കുന്നത്. ഈ വലിയ വിജയം UDF നേടുമ്പോഴും 76 ഇടത്താണ് ആകെപ്പാടെ ജയിച്ചിരിക്കുന്നത്. ഇപ്പോൾ 16 ഇടത്ത് മുനിസിപ്പാലിറ്റികളിലും. അങ്ങനെ മാത്രം വിജയിക്കുന്ന, അത്രയും മാത്രമുള്ള ആ പാർട്ടിക്ക് പക്ഷേ ഒരു നറേറ്റീവ് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞു. കാരണം എന്താണ്, ഇവർ സോഫ്റ്റ് ഹിന്ദുത്വയുടെ ആൾക്കാരാണ്, അല്ലെങ്കിൽ ഹിന്ദുത്വ ഇടതുപക്ഷമാണ് CPIM എന്നുള്ള ആ നറേറ്റീവ് അവർക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞു. ഇത് രണ്ടും കൂടി പ്രവർത്തിക്കുകയും ഈ പറയുന്ന ഹേറ്റ് യൂബേഴ്സും എല്ലാം കൂടി സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. ആ വീഴ്ചയുടെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം CPIM-നും ഇടതുമുന്നണിക്കും തന്നെയാണ് തൽക്കാലം എന്നേ പറയാനുള്ളൂ. കാരണം അല്ലെങ്കിൽ 25 വർഷം മുമ്പ് ഈ പണി എടുത്തു തുടങ്ങണമായിരുന്നു CPIM. മുതിർന്ന നേതാക്കൾക്ക് കോർപ്പറേഷനുകളുടെ ചുമതല നൽകിയുള്ള UDF-ൻ്റെ തന്ത്രം വിജയിച്ചു എന്നതുകൂടിയാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. KS ശബരിനാഥനെയും അനിൽ അക്കരയെയും പോലുള്ള പ്രമുഖരെ കളത്തിലിറക്കിയും ഇറക്കിയതൊക്കെ വിജയതന്ത്രമായി. രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടാക്കിയ കനത്ത നാണക്കേടിനെതിരെ VD സതീശനും രമേശ് ചെന്നിത്തലയും അടക്കം സ്വീകരിച്ച ഉറച്ച നിലപാടുകൾ ജനം അംഗീകരിച്ചു. ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടടക്കം ഇടതുമുന്നണി പ്രശ്നവൽക്കരിക്കാൻ ശ്രമിച്ചെങ്കിലും ഭരണവിരുദ്ധ വികാരത്തിൽ ജനം അത് ഗൗനിച്ചില്ല. ശബരിമല കൊള്ളയടക്കം UDF ഉയർത്തിയ പ്രശ്നങ്ങളാകട്ടെ വോട്ടർമാർ
വോട്ടർമാരെ സ്വാധീനിക്കുകയും ചെയ്യും. ഇനി ഇടതിൻ്റെ കനത്ത തോൽവിയുടെ വിശദാംശങ്ങൾ പരിശോധിച്ച നമ്മൾ UDF-ൻ്റെയും സാധ്യതകളും അവരുടെ മുന്നേറ്റവും ഒക്കെ പരിശോധിക്കാം.